ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഷൈനിയെ മരണത്തിലേക്ക് നയിച്ചത് നോബിയുടെ സമ്മർദ്ദമെന്ന് പോലീസ് റിപ്പോർട്ട്. ഭർത്തൃ വീട്ടിലെ നേരിട്ടുള്ള പീഡനത്തിന് ശേഷവും നോബി പിന്തുടർന്ന് ശല്യപ്പെടുത്തി. പ്രതി ആത്മഹത്യാ പ്രേരണ നടത്തിയെന്നും പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സനോജാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. സനോജ്, ഈ ആത്മഹത്യയുടെ അന്ന് രാവിലെ വാട്സപ്പിൽ എന്തോ ചില സന്ദേശങ്ങൾ നോബി ഷൈനിക്ക് അയച്ചിരുന്നു എന്നതുകൂടിയുണ്ട്. ആ സന്ദേശം മരണത്തിലുള്ള ഒരു വേഗത്തിലുള്ള ഒരു കാരണമായി മാറി എന്നും നേരത്തെ പോലീസിന്റെ നിഗമനമുണ്ടായിരുന്നു. ഇതെല്ലാം പരിശോധിച്ച ശേഷം ഇപ്പോൾ നോബിയുടെ സമ്മർദ്ദം തന്നെയാണ് മരണകാരണം എന്നതിലേക്ക് പോലീസ് എത്തുകയാണോ? തീർച്ചയായിട്ടും മനു, കഴിഞ്ഞ ഫെബ്രുവരി മാസം 28-ാം തീയതിയാണ് ഷൈനിയും 2 പെൺകുട്ടികളും ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. 27-ാം തീയതി വൈകുന്നേരം നോബി ഷൈനിയുടെ ഫോണിലേക്ക് ചില വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചിരുന്നുവെന്നും ഈ സന്ദേശങ്ങളാണ് മരണത്തിന് ഇടയാക്കിയതെന്നും നോബി ഷൈനിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ നടന്നു വരികയാണ്. മൊബൈലിലെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വീണ്ടെടുത്തതിനു ശേഷം അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിൽ പരമാവധി സാഹചര്യ തെളിവുകൾ, ഒപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ എന്നിവ ശേഖരിച്ച് കോടതിയിൽ ബോധിപ്പിക്കാനുള്ള ശ്രമമാണ് ഏറ്റുമാനൂർ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നത്. നേരത്തെ ഏറ്റുമാനൂർ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ച നോബിയുടെ ജാമ്യം കോടതി അനുവദിച്ചിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ജില്ലാ കോടതി ജാമ്യാപേക്ഷയ്ക്കായി സമർപ്പിച്ചത്. ഇതിൽ വാദങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കോടതിയിൽ പോലീസിന്റെ കൊടുത്ത റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഭർത്താവിന്റെ വീട്ടിലെ നേരിട്ടുള്ള പീഡനത്തിന് ശേഷവും നോബി പിന്തുടർന്ന് ഷൈനിയെ ശല്യപ്പെടുത്തിയിരുന്നു. ഷൈനിയെ മരണത്തിലേക്ക് നയിച്ചത് നോബിയുടെ സമ്മർദ്ദമാണ് എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഷൈനി മരിക്കുന്നതിന്റെ തലേ ദിവസം നോബി ഫോണിൽ വിളിച്ചത് രാത്രി 10:30-നായിരുന്നു. വാട്സാപ്പിൽ വിളിച്ച് നോബി ഭീഷണിപ്പെടുത്തി. നീ നിന്റെ 2 മക്കളെയും വെച്ച് കൊണ്ട് അവിടെ തന്നെ ഇരുന്നോടി. അതായത് നോബിയുടെ വീട്ടിൽ നിന്നും പിണങ്ങി വന്ന് ഷൈനിയുടെ സ്വന്തം വീട്ടിലായിരുന്നു. അങ്ങനെ താമസിച്ച് വരുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം ഉണ്ടായത്. ഇനി നാട്ടിലേക്ക് ഞാൻ വരണമെങ്കിൽ നീയും നിന്റെ 2 മക്കളും ചാകണമെന്നുള്ള സന്ദേശങ്ങൾ കൂടി അദ്ദേഹം അറിയിച്ചിരുന്നു. അതായത് ഷൈനിയെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു, എന്നെ ദ്രോഹിക്കാതെ നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെ. അതായത് ഈ ഷൈനി വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് വന്നതിന് ശേഷം വീട്ടിൽ താമസിച്ച് പോരുകയായിരുന്നു. ഒപ്പം തന്നെ വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോടതി ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭർത്താവിന്റെ വീട്ടിലുണ്ടായ മാനസിക പീഡനത്തിനും ശാരീരികമായ മർദ്ദനത്തെ തുടർന്ന് ഷൈനി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ നീങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി സന്ദേശം നോബിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഇത്തരം ഭീഷണികളാണ് ഈ കുട്ടികളുടെയും മാതാവിന്റെയും ആത്മഹത്യക്ക് വഴിവെച്ചത്. അതുകൊണ്ട് കേസന്വേഷണം മുന്നോട്ട് പോവുകയാണ്. അതിനാൽ ഒരു കാരണവശാലും നോബിക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഈ റിപ്പോർട്ടിലൂടെ പോലീസ് സൂചിപ്പിക്കുന്നത്. മനു, ഒരു മനുഷ്യന്റെ മിഥ്യാബോധങ്ങൾ, അയാളുടെ തെറ്റായ ധാരണകൾ 3 ജീവനുകളാണ് സനോജ് എടുത്തുകൊണ്ട് പോയത്. നോക്കൂ, ജീവിതം തുടങ്ങുന്നതിന് മുൻപ് 2 കുഞ്ഞുങ്ങൾ, അവർക്കൊന്നും അറിയില്ല ലോകത്തെക്കുറിച്ച്. അവരുടെ അടക്കം ജീവന മനുഷ്യന് ഉത്തരവാദിത്വം പറയേണ്ടി വരും. തീർച്ചയായിട്ടും പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് നേരിയ ഒരു ആശ്വാസം. മരിച്ചുപോയവർക്ക് അത് നീതി കിട്ടില്ല എങ്കിൽ കൂടിയും ഈ കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം, അതായത് പ്രതിയായിട്ടുള്ള നോബിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൃത്യമായ അന്വേഷണം പോലീസ് നടത്തുകയാണ്. അതിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ അങ്ങനെ തന്നെയാണ്. കാരണം മരണത്തിന് ശേഷം നോബിയെ തൊടുപുഴയിലെ വീട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതി ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റുമാനൂർ കോടതിയെ സമീപിച്ചത്. എന്നാൽ പോലീസിന്റെ ശക്തമായ നിലപാട് മൂലം അന്ന് ഏറ്റുമാനൂർ കോടതി ജാമ്യം അനുവദിച്ചില്ല. ഇതിന് പിന്നാലെയാണ് ജില്ലാ കോടതി ജാമ്യത്തിനായി സമീപിച്ചിട്ടുള്ളത്. ഇതിന്റെ വാദത്തിനിടയിലാണ് ഇപ്പോൾ ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് പോലീസ് ശക്തമായ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം പ്രതി പുറത്തിറങ്ങിയാൽ അത് കേസിനെ സ്വാധീനിക്കും, രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗം കണ്ടെത്തും. അതിനാൽ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ച്, ഈ കേസിൽ സാഹചര്യ തെളിവുകൾ, ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ എത്രയും വേഗം കണ്ടെത്തി അത് പരമാവധി കോടതിയിൽ ബോധിപ്പിക്കുക, അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ എത്തിക്കുക. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണ് എന്ന് ഒരു കാരണവശാലും പ്രതിക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന ശക്തമായ നിലപാടാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. മനു, ശരി സനോജ്, ഓക്കെ, താങ്ക് യു രാവിലെ വിവരങ്ങൾ നമുക്ക് നൽകിയതിന്.